ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഒരുപാട് നാളായി നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു കുഞ്ഞ് ട്രിപ്പ് പോവാണ്. ഒരു പ്ലാനിങ്ങും ഇല്ലാത്തൊരു ട്രിപ്പാണ്. നമ്മൾ ഫ്രണ്ട് പ്ലാൻ ചെയ്ത ട്രിപ്പാണ് നമ്മൾ പോയോണ്ടിരിക്കുന്നത്. എന്താണ് പ്ലാനിങ്സ് എന്നൊക്കെ ഉള്ളത് ആൾക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നെ നമ്മൾ ഒരുപാട് നാളായിട്ടുള്ള ഫ്രണ്ട്സാണ്, പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് ഒരുമിച്ച് ഒരു ട്രിപ്പ് പോകാൻ പോണത്. അപ്പോൾ എക്സൈറ്റഡ് അല്ലേ ഗുൽസു? അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഗുൽസുവിനെ വീട്ടിൽ ഒറ്റക്കാക്കിയിട്ട് പോവാണ് അല്ലേ? പോയിട്ട് വരാം ഗുൽസു. ബൈ. അപ്പൊ വീഡിയോ കാണണേ, പറയ്. അപ്പൊ വീഡിയോ എല്ലാരും കാണണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, പറ. അപ്പൊ കാണാം. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് യാത്ര തുടങ്ങി കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും നേരത്തെ പുലർച്ചെ 3 മണിക്ക് എണീറ്റിട്ടൊരു ട്രിപ്പ് പോകുന്നത്. അത് നമ്മൾ ട്രെയിനിലാണ് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. നമ്മളെ ഫ്രണ്ട്സൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ സ്വന്തമായിട്ട് വണ്ടി അതൊന്നും ഇല്ലാതെ ആദ്യമായിട്ടാണ് ട്രിപ്പ് പോണത്. അപ്പോൾ ഭയങ്കര ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ നമ്മൾ സ്റ്റേഷനിലെത്തി വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളാണ് ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മളെ ഫ്രണ്ട്സും മറ്റേ ഫാമിലിയൊക്കെ വരാനുണ്ട്. അപ്പോൾ നമ്മൾ നൈറ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ അത്യാവശ്യം നല്ല വലിയ റെയിൽവേ സ്റ്റേഷനാണ്. പിന്നെ നൈറ്റ് വ്യൂ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതൊക്കെ കണ്ട് നമ്മൾ എൻജോയ് ചെയ്ത് നിൽക്കുമ്പോഴത്തേനും നമ്മളെ ഫ്രണ്ട്സ് ഓൾറെഡി എത്തി കേട്ടോ. നമ്മളെ ഫ്രണ്ട്സ് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൽഷാദ് വല്ലപ്പോഴും സഫ്വാനാണ് കേട്ടോ. അവർ ഓൾറെഡി വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെത്തി. അവർക്ക് 2 കുഞ്ഞ് ബേബീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ജിൽഷുവിൻ്റെ കുട്ടീനെയൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഇതുവരെ നമ്മൾ പോയി കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ പെട്ടെന്ന് ബേബീനായിട്ട് മിങ്കിളായിട്ടുണ്ടായിരുന്നു കേട്ടോ. ബേബി പിന്നെ നമ്മളെ കൂടെ തന്നെ ആയിരുന്നു, നമ്മളെ കുട്ടിയായിട്ട് നമ്മളെ കൂടെ തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ട്രെയിനിലുള്ള ട്രാവൽ തുടങ്ങി. പിള്ളേരൊക്കെ സംസാരിച്ച്, ഫ്രണ്ട്സും എല്ലാവരും കൂടെ സംസാരിച്ച് അടിച്ച് പൊളിച്ച് നമ്മൾ ആ ഒരു യാത്ര അങ്ങോട്ട് ഭംഗിയാക്കി എന്ന് പറഞ്ഞാൽ മതി. പിന്നെ നമ്മൾ കൂടെയുള്ള ഫാമിലി ഇവരായിരുന്നു കേട്ടോ. ഫൺ മീഡിയ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുള്ള ഷാഫിക്കും ഫസിയായിരുന്നു. അവരും പെട്ടെന്ന് നമ്മളായിട്ട് മിങ്കിളായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും പിന്നെ ആ ഒരു ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോഴത്തേനും എല്ലാവരും ഒരു ഫാമിലി പോലെ ആയിരുന്നു. നല്ല രസമായിരുന്നു ഒരുമിച്ച് എല്ലാവരും കൂടെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ബിസ്ക്കറ്റിൻ്റെയോ? ഈ ട്രെയിനിലുള്ള യാത്രകൾ എപ്പോഴും ഭയങ്കര രസമാണ് അല്ലേ? പുറത്തേക്കുള്ള കാഴ്ചകളും ഇതൊക്കെ കണ്ട് പല കഥകളും പറഞ്ഞ് അത് നമ്മളെ കൂടെ നന്നായി സംസാരിക്കുന്നില്ലെങ്കിൽ നമ്മളതേ വൈബിനൊത്ത കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ ട്രെയിൻ ഇറങ്ങിയിട്ട് നമുക്ക് ഡയറക്റ്റ് ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോകുമായിരുന്നു. പക്ഷേ നമ്മൾക്ക് ജിൽഷുവിൻ്റെ കുട്ടിക്ക് കഫൊക്കെ ഉള്ളത് കൊണ്ട് ഒന്ന് നെബുലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹോസ്പിറ്റൽ തപ്പി ഇറങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഹോസ്പിറ്റലിലേക്ക് നടന്നു പോകാമെന്നുള്ളത്. എല്ലാവരും ബാഗും പിള്ളേരെയൊക്കെ എടുത്ത് ഭയങ്കര ഒരു ചിൽ മോഡ് തന്നെ ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ആ ഒരു അങ്ങോട്ടുള്ള യാത്ര. അപ്പോൾ ഇക്ക പറയായിരുന്നു നമുക്ക് അതേ വൈബിന് പറ്റിയ കുറേ ആൾക്കാരെയാണ് കൂടെ കിട്ടിയിട്ടുള്ളത് എന്നുള്ളത്. ഇതാണ് ആലപ്പുഴ അമ്മത്തൊട്ടിൽ എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ കുറേ വീഡിയോസിലൊക്കെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പോയ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അതും ഭയങ്കര സ്പെഷ്യലാണ്. കാരണം എന്താ വെച്ചാൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ നമ്മളെ നാട്ടിലൊക്കെ എല്ലാവർക്കും ഉള്ളതാണല്ലോ അല്ലേ? പക്ഷേ ഇത് ഓൾറെഡി പിള്ളേർക്കും ലേഡീസിന് മാത്രമുള്ള ഒരു ഹോസ്പിറ്റലായിരുന്നു കേട്ടോ. അവിടെ എന്തൊക്കെയോ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അതൊക്കെ ചെയ്തെങ്കിലും നെബുലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുട്ടിക്ക്. നമ്മളവിടെ കുറച്ച് ടൈം വെയിറ്റ് ചെയ്തു. നമ്മൾ നെബുലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പ്രൊസീജിയേഴ്സൊക്കെ ചെയ്ത് നമ്മൾ കുറച്ച് ടൈം വെയിറ്റ് ചെയ്തു. പക്ഷേ നമുക്ക് അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ ഓട്ടോ എടുത്തിട്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോവുകയാണ് കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്ര ഭയങ്കര രസമായിരുന്നു. എന്താ വെച്ചാൽ നമ്മളെ നാട്ടിലുള്ള വ്യൂ അല്ലല്ലോ പുറത്ത് വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഉണ്ടാവുക. പിന്നെ ആലപ്പുഴ എന്നൊക്കെ പറയുമ്പോൾ ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. അതിൻ്റേതായിട്ടുള്ള ഭംഗിയും കാര്യങ്ങളൊക്കെ ആ സ്ഥലത്തിനുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു ബോട്ടിൻ്റെ ഫിനിഷിംഗ് പോയിന്റിലെത്തിയ സമയത്ത് അവിടെയാണ് ഏറ്റവും കൂടുതൽ ബോട്ടുകൾ നിൽക്കുന്നുണ്ടായിരിക്കുക, ഹൗസ് ബോട്ടുകൾ. അവിടെ നിന്നാണ് എല്ലാവരും ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവരും പാക്കേജുകൾ എടുത്തിട്ട് ഇവിടെ നിന്നാണ് ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളുടെയും ഇവിടെ നിന്ന് തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു കുറേ ടൈം. പക്ഷേ
പിന്നെയാണ് നമ്മൾ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയത്. നമ്മളെ ബോട്ട് ഇവിടെ അല്ല ഉണ്ടാവുക, അവർക്ക് നമ്മളെ ഒരു പ്രൈവറ്റ് ബോട്ടാണ്. അപ്പോൾ ശരിക്കും അവർക്ക് അവരുടേതായിട്ടുള്ള സ്വന്തം പ്ലേസ് ഉണ്ട് ഈ ബോട്ട് ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മളെ ബോട്ടിലെത്തി. അപ്പത്തിനും ഓൾമോസ്റ്റ് എല്ലാവരും നല്ലോണം ടയേർഡായിരുന്നു. ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, എന്നാലും കുറച്ച് ക്ലിപ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവരാണ് നമ്മളെ കൂടെ ഉണ്ടായിരുന്ന 5ാമത്തെ ഫാമിലി, ജുനു വിത്ത് മാരി, ജുനു പാത്തും എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. പിന്നെ ഇത് മറ്റേ ബോട്ടിൻ്റെ മാനേജറാണ്, ആളെന്തൊക്കെയോ കുറേ കഥകളൊക്കെ പറയായിരുന്നു കേട്ടോ. നമ്മൾ കുറേ നേരം അതൊക്കെ കേട്ടിട്ടിരുന്നു. പിന്നെ ഓൾമോസ്റ്റ് എല്ലാവരും ടയേർഡായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളങ്ങനെ കഥയൊക്കെ കേട്ടിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. പക്ഷേ സ്വിമ്മിംഗ് പൂൾ എടുത്തിട്ട് നമുക്ക് 3 ഓപ്പണായിട്ട് അപ്പാടൊക്കെയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ബോട്ട് ആലപ്പുഴയിലേ ഇല്ല. ഏറ്റവും വലിയ സിറ്റുകളുണ്ട്. എല്ലാവരും സിറ്റുകളിൽ ചെറുതാക്കി റൂം അടിക്കുക, മനസ്സിലായി. റൂമാകുമ്പോൾ റേറ്റ് റൂമിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ സീസണൊക്കെ 19 റൂമിൽ പോകുന്നില്ല. പിന്നെ അപ്പത്തിനും നമുക്ക് വെൽക്കം ഡ്രിങ്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വെൽക്കം ഡ്രിങ്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ടയേർഡ് ആയതുകൊണ്ട് ഡ്രിങ്കൊക്കെ കുടിച്ച് പിന്നെ എല്ലാവരും ഒന്ന് ഫ്രഷപ്പ് ആവാനൊക്കെ പോയി. ഫ്രഷപ്പായി വന്നപ്പോഴത്തേനും നമ്മളെ ബോട്ട് റണ്ണാവാൻ തുടങ്ങി കേട്ടോ. നമുക്ക് 12 o'clock ടു ഈവനിങ് 5:30 വരെയാണ് ബോട്ട് റണ്ണായി കൊണ്ടിരിക്കുക. എന്നിട്ട് 5:30 ആകുമ്പോൾ അവർ തിരിച്ച് ഈ സ്പോട്ടിൽ തന്നെ കൊടുന്നിടും. എന്നിട്ട് ഇവിടെയാണ് നമ്മൾ നൈറ്റ് സ്റ്റേ ചെയ്യുന്നത്. ബോട്ടിൽ തന്നെയാണ് നൈറ്റ് സ്റ്റേ ചെയ്യുന്നത്, പക്ഷേ റണ്ണാവില്ല. അതിപ്പോൾ പോസിബിൾ അല്ല എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ നമ്മൾ അങ്ങനെ തിരിച്ചെത്തി. നല്ല രസമുണ്ടായിരുന്നു ബോട്ടിലുള്ള യാത്രയും, ഇല്ലെങ്കിൽ എല്ലാവരും കൂടെ പല കഥകളും ഇതൊക്കെ പറഞ്ഞ് നമ്മളെ കുറേ മൊമെൻറ്റ്സൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഷാഫിക്ക, ഫൺ മീഡിയയിൽ ഷാഫിക്ക ഫുൾ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ഫുൾ ടൈം സംസാരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. നല്ല പോസിറ്റീവായിട്ടുള്ള ഒരാളായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ആളെ കൂടെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഹൗസ് ബോട്ടിലാണുള്ളത്. ഹൗസ് ബോട്ടിലാണ് ഉള്ളത്. ആലപ്പുഴയിലാണ് ഹൗസ് ബോട്ട് എടുത്തുള്ളത്. ഭയങ്കര പീസ്ഫുൾ, നല്ല അന്തരീക്ഷം, അടിപൊളി കാര്യല്ലേ. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? അടുത്ത ഞങ്ങൾ ഇതിനകത്ത് വള്ളത്തിൽ കിടുകയാണ്. അത് വേണ്ടല്ലോ ശാലോ. പിന്നെ അവിടുന്ന് പോണ വഴിക്കുള്ള വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. കുറേ ബോട്ടുകളും പല കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, കുറേ ബോട്ടുകൾ അവിടെ സ്റ്റേ ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. പിന്നെ കുറേ ആളുകൾ ഇതുപോലെ സ്പീഡ് ബോട്ട്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ കുറേ ആളുകൾ നമ്മളെ പോലെ ഫാമിലി ആയിട്ട് ട്രിപ്പ് വന്നിട്ടുള്ള ആളുകളുണ്ടാവും. കുറേ റെസ്റ്റോറൻറ്റ്സ് ഇല്ലെങ്കിൽ മറ്റേ റിസോർട്ട്സൊക്കെ കുറേ കാണാനുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു ആ ഒരു യാത്ര അങ്ങനെ മുന്നോട്ട് പോകാൻ. ഇതിപ്പോ എനിക്ക് സംശയമുണ്ട്, ഇതിന്റെ വീഡിയോ ആണോ നിങ്ങളെ വീഡിയോ ആണോ? ഷാഫിക ഓൾറെഡി ക്യാമറ കണ്ടു കഴിഞ്ഞാൽ അപ്പം സംസാരിക്കാൻ തുടങ്ങും കേട്ടോ. നല്ല രസമായിരുന്നു. പിന്നെ ആ ബോട്ടിൻ്റെ ഡ്രൈവർ നമുക്ക് ഓരോ സ്പോട്ട് എത്തുമ്പോഴും അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു കേട്ടോ. ഇത് അവിടുത്തെ കയാക്ക് അക്കാദമിയാണ്. അവിടെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ, ഇല്ലെങ്കിൽ വഴിയിലുള്ള കുറേ സംഭവങ്ങൾ ആൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു കേട്ടോ. ഇതാണ് നമ്മളെ ബോട്ടിൻ്റെ മുകളിലത്തെ വ്യൂ. ഷിനു ഷാലും ഇങ്ങനെ പൊരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ, ഓടാനും ചാടാനൊക്കെ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഓൾറെഡി ഇവർ ഇത്ര ഹൈറ്റ് ഉള്ളത് കൊണ്ട് അവിടുന്ന് സ്ലിപ്പാവുക എന്നുള്ളതൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു എനിക്ക്. ഞാൻ അവരെ പുറകെ തന്നെ ആയിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം പിള്ളേരെ പുറകെയൊക്കെ നടന്നു വന്നപ്പോഴത്തേനും ഓൾമോസ്റ്റ് ഉച്ചയൊക്കെ ആയി. എല്ലാവർക്കും വിശക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ എല്ലാവരും കുഴഞ്ഞിരിക്കുന്ന സമയത്ത് എല്ലാവരും ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ജിൽഷു ഒരു പാട്ട് പാടാൻ തുടങ്ങി. ജിൽഷുവിൻ്റെ പാട്ട് കേട്ടതും എല്ലാവരും ഓൾമോസ്റ്റ് സെറ്റായി. എല്ലാവരും പഴയ ആ ഒരു വൈബിലേക്ക് വന്നു കേട്ടോ. പിന്നെ എല്ലാവരും ഒന്ന് കിടന്ന് തുള്ളാൻ തുടങ്ങി. ആ ഒരു പാട്ട് ആസ്വദിച്ച് അതിനനുസരിച്ചിട്ട് മൂമെൻറ്റ്സ് ഒക്കെ ഇടാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ചില്ല് ചെയ്തിരുന്നപ്പോൾ തന്നെ നമ്മളെ ഫുഡ് വന്നു. ഫുഡിന് വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. യൂട്യൂബേഴ്സിൻ്റെ അടിയായതുകൊണ്ട് ഫുഡ് കഴിക്കാൻ ആരും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഫുൾ വീഡിയോ എടുക്കലായിരുന്നു. എല്ലാവരുടെയും കണ്ണ് മറ്റേ കരിമീൻ ഫ്രൈൻ്റെ പ്ലേറ്റിലേക്കായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും എൻജോയ് ചെയ്ത ആ ഒരു ഫുഡ് കഴിച്ചു. കരിമീനെ മണം കേട്ടാ ഓടി അപ്പാണ്ട് ഓടി. 3 പൊറാട്ട 2 ചപ്പാത്തി കഴിച്ചോളാം.
അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഈവനിങ് ആയപ്പോൾ അവരൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്തു കേട്ടോ. എന്നിട്ട് നമ്മളോട് അവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വേണമെങ്കിൽ വാങ്ങിക്കാം, ജസ്റ്റ് പുറത്തിറങ്ങാം. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി ഒരു കരിക്കൊക്കെ കുടിച്ച് ജസ്റ്റ് പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് ചില്ല് ചെയ്ത് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ കുറച്ച് നേരം ഒന്ന് പുറത്തിറങ്ങി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് സ്റ്റേ ചെയ്തിട്ട്. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് അതുപോലെ തന്നെ തിരിച്ച് നമ്മളെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് തന്നെ തിരിച്ചു വന്നു കേട്ടോ. പിന്നെ ഇതാണ് നമ്മളെ ബോട്ടിൻ്റെ നൈറ്റ് വ്യൂ ഉണ്ടായിരുന്നു. നമ്മൾ നൈറ്റ് ജസ്റ്റ് കറങ്ങാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നമ്മളെല്ലാവരും ടയർഡായി കിടന്നുറങ്ങി. രാവിലെ എണീറ്റപ്പോൾ ഉള്ള പിള്ളേരുടെ ഒരു അവസ്ഥയാണ് കേട്ടോ അത്. ഇവർ 3 പേരും ഭയങ്കര ബോണ്ടിങ് ആയിട്ടോ. ആദ്യമായിട്ടാണ് അവർ മീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷേ അവർ 3 പേരും ഭയങ്കരമായിട്ട് മിങ്കിളായിട്ടുണ്ടായിരുന്നു. പിന്നീട് തിരിച്ചു വരുമ്പോൾ പിള്ളേർക്കും നമുക്കെല്ലാവർക്കും മിസ് ചെയ്യായിരുന്നു കേട്ടോ അവരുടെ ആ ഒരു മൊമെന്റ്സ്. അപ്പോൾ നമ്മളെ ട്രിപ്പ് ഇവിടെ നിന്ന് തീരുകയാണ് കേട്ടോ. അപ്പൊ നമ്മളെല്ലാരും റെഡിയായി. അപ്പൊ നമ്മളെല്ലാരും റെഡിയായി ഇന്നൊരു അടിപൊളി സ്റ്റേ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഫസ്റ്റ് ഇങ്ങോട്ട് വരുമ്പോ ഒട്ടും എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നില്ല. കുറെ പുതിയ ആൾക്കാരായിട്ടാണ് ട്രിപ്പ് പോണേ. അപ്പോ എങ്ങനെ ഉണ്ടാവുന്നൊന്നും അറിയണ്ടായിരുന്നില്ല. പക്ഷെ സ്ട്രേഞ്ചേഴ്സ് കം ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞ പോലെ എല്ലാവരായിട്ടും നമ്മൾ അടിപൊളിയായിട്ട് കമ്പനിയായി. ശരിക്കും ഒരു ഫാമിലി ഒരു വിധായി പറയണ്ട, ഒരു ഫാമിലി പോലെ ആയി. അപ്പൊ എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. കാണുമ്പോ ഭയങ്കര ജാടൊക്കെ. അതെ അതെ, നമ്മളെ ടൂർ മാനേജറാണ് സഫാൻക. അതെ, ഇത് റാഷി സഫാന്റെ വൈഫാണ്. ഇത് നമ്മളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൾക്കാരാണ്. ഫസീൻ, ഷാഫി, ഫൺ മീഡിയ. വേറെ കാര്യം പറയട്ടെ, ഞങ്ങള് ട്രിപ്പ് വരുമ്പോ പിന്നെ മുന്താസിനൊന്നും ഇത്ര പ്രതീക്ഷിച്ചില്ല. ഭയങ്കര ജാടൂരാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ആള് പാവാണ്, കമ്പനി ആയമാതിരി ഇക്ക് ഭയങ്കര സപ്പോർട്ടാട്ടോ. മുന്താസിനെ ഭയങ്കര സപ്പോർട്ടാണ്. മക്കളായാലും എന്തായാലും ഇനി 100K ആയിട്ട് നമ്മൾ കാണുള്ളൂ. അതെ അതെ, ഇൻഷാല്ലാ. അപ്പൊ ഇനി വരുന്ന നമ്മളെ പല യൂട്യൂബ് വീഡിയോസിലും ഉണ്ടാവാൻ പോകുന്ന ആളുകളായിരിക്കും ഇവരൊക്കെ. അപ്പൊ എല്ലാരും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.